ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും NBA വൈബ് സോൺ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതവുമായി തട്ടിച്ചുകൊണ്ട്, എൻ്റെ ജീവിത കമ്പാരിസൺ നടത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ്. അത് എന്നെപ്പോലെ ഈ താടിയൊക്കെ നിറച്ച്, മീശൊക്കെ നിറച്ച്, തലമുടിയൊക്കെ നിറച്ച്, അതായത് നിരാചരകൾ ബാധിച്ച ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകളൊന്നും തന്നെ പ്രകടിപ്പിക്കാതെ സമൂഹത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ആളുകളോടല്ല, മറിച്ച് പുതിയ ജനറേഷനോടാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂജൻ പിള്ളേരോടാണ്, യുവാക്കളോടും യുവതികളോടുമാണ്. ഞാൻ ഒരുപാട് കഴിവുകളുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. ഞാൻ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാട്ട് പാടുമായിരുന്നു, ചിത്രം വരയ്ക്കുമായിരുന്നു, കഥകൾ എഴുതുമായിരുന്നു. അതുകൂടാതെ മോശമല്ലാത്ത രീതിയിൽ അഭിനയിക്കുമായിരുന്നു. നിരവധി സ്കൂൾ യുവജനോത്സവങ്ങളിൽ, വിവിധ കലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനമൊക്കെ നേടിയിട്ടുള്ള ആളാണ്. പക്ഷെ അവിടെ എത്തിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ തന്നെയാണ്. അതല്ലെങ്കിൽ എന്നെ ശരിക്കും പറഞ്ഞാൽ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച എൻ്റെ കുടുംബാദികളാണ്, ബന്ധുമിത്രാദികളാണ്, സമൂഹമാണ്. അവരോടൊക്കെ കലഹിച്ചുകൊണ്ട്, സമരം ചെയ്തുകൊണ്ട് എനിക്കെൻ്റെ കലാപരമായ കഴിവുകളെ എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അതുണ്ടാവരുത്, പുതിയ ജനറേഷന് അതുണ്ടാവരുത്. നിങ്ങളിൽ ഒരുപാട് ആളുകൾ, നിരവധി ടാലന്റുകൾ ഉള്ള ആളുകളാണ്. പാടാൻ കഴിയുന്നവർ, ചിത്രം വരയ്ക്കാൻ കഴിയുന്നവർ, എഴുതാൻ കഴിയുന്നവർ, കവിത എഴുതാൻ കഴിയുന്നവർ, പാട്ടെഴുതാൻ കഴിയുന്നവർ, അങ്ങനെ നിരവധിയായ കഴിവുകളുള്ള ആളുകളാണ്. പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കാതെ നിങ്ങൾ വേറെന്തെങ്കിലും ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലോ, ഒരു പക്ഷെ നിങ്ങളെ പിൻവലിപ്പിക്കാൻ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് തന്നെ ആളുകളുണ്ടാകും, സമൂഹത്തിൽ നിന്ന് ആളുകളുണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ സാധാരണ പറയാറുണ്ടല്ല, വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വേറെന്തൊക്കെയോ ചെയ്യണം, ജോലി ചെയ്ത് സമ്പാദിച്ച് കൂട്ടണമെന്നൊക്കെ. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴുണ്ടല്ലോ, ഏറെക്കുറെ എൻ്റെ പ്രായത്തുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇച്ഛാഭംഗം ഉണ്ടാവും. ഇത്രയും കഴിവുകളുണ്ടായിരുന്ന ഞാൻ എവിടെ എത്തിയില്ലല്ലോ എന്നൊരു മോഹഭംഗം നിങ്ങളിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. നിരാശയായിരിക്കും അതിൻ്റെ ഫലം. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ പാട്ടുകാരനാണോ, പാട്ട് പാടണം. നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ആളാണോ, ചിത്രം വരയ്ക്കണം. നിങ്ങൾ കഥ എഴുതുന്ന ആളാണോ, കഥ എഴുതണം. നിങ്ങൾ അഭിനയിക്കുന്ന ആളാണോ, നിങ്ങൾ അഭിനയിക്കാനും നിങ്ങളുടെ അഭിനയ മികവ് പുറത്തെത്തിക്കാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഒന്നും ശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങളോട്, സ്വന്തത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, സമരം ചെയ്യണം, കലഹിക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളോട് നിങ്ങൾ കലഹിക്കണം, സമരം ചെയ്യണം. പിടിച്ചു വലിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും, സമൂഹത്തിൽ വേറെയും ആളുകൾ ഉണ്ടാവും. അവരോട് നിങ്ങൾ കലഹിക്കണം, സമരം ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പരിപോഷിപ്പിച്ച് നിങ്ങൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരാളായി മാറണം. തീർച്ചയായും നിങ്ങൾക്ക് സമ്പാദ്യമാണ് മിക്ക ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി പറയാറ്. കുടുംബത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് പറയാറ്. സാമ്പത്തികമായി ഉയരണം, കുടുംബത്തെ നോക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ടാലന്റുകളെ മറച്ചു വെച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകും. പക്ഷെ ഈ പ്രായമെത്തുമ്പോൾ, എൻ്റെ പ്രായമെത്തുമ്പോൾ, മനസ്സിൻ്റെ ഉള്ളിൽ അണയാതെ എരിഞ്ഞുകൊണ്ടിരുന്ന ഈ ചോദനകളുണ്ടല്ലോ, ദൈവം തമ്പുരാൻ നിങ്ങൾക്ക്, എനിക്ക് ഒക്കെ നൽകിയ ഈ കഴിവുകൾ, ഇതൊന്നും പ്രകടിപ്പിക്കാൻ കഴിയാതെ
പോയതിലുള്ള നിരാശ നിങ്ങളുടെ ഈ സമ്പത്തിനെ മായ്ച്ചു കളയും, നിങ്ങളുടെ കുടുംബജീവിതത്തിനെ മായ്ച്ചു കളയും. അത്തരമൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ ചെറുപ്പക്കാരായ നിങ്ങൾ, യുവാക്കളായ നിങ്ങൾ, യുവതികളായ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിപോഷിപ്പിച്ചുകൊണ്ട് നിങ്ങളാവുക. നിങ്ങൾ സമൂഹത്തിൽ വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തുക. തീർച്ചയായും നിങ്ങളെ ജനം തിരിച്ചറിയും, നിങ്ങൾ തന്നെ തിരിച്ചറിയും, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും നിങ്ങളെ തിരിച്ചറിയും. സോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരാണ്. ഇതൊരു ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്.